ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇംഗ്ലു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാപ്പ് നൽകുക, അതല്ലെങ്കിൽ മാപ്പ് നൽകാറുണ്ട്, മാപ്പ് നൽകി. സവാരി ചെയ്യുക, സവാരി ചെയ്യാറുണ്ട്, സവാരി ചെയ്തു. തൂത്തുവാരുക, തൂത്തുവാരാറുണ്ട്, തൂത്തുവാരി. ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല പദങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ പരിചയമായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ പദങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. വീണ്ടും മറ്റൊരു സമയത്ത് കൂടുതൽ വാക്കുകളും അതുപോലെ വേർഡ്സും സെൻറ്റൻസുമൊക്കെ നമുക്ക് പരിചയമാവാം. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. മാപ്പ് നൽകുക, forgive. അപ്പോൾ എങ്ങനെയാണത് പറയുന്നത്? ഐ forgive, ഐ forgive all rudeness. forgive, forgave എന്നാണ് പാസ്റ്റ് രൂപം. forgave, forgiven, forgive, forgave, forgiven. ഓക്കെ, he എന്ന് വരുമ്പോൾ forgives, he forgives. ഓക്കെ, അവൻ മാപ്പ് നൽകാറുണ്ട്, അവൻ മാപ്പ് നൽകാറുണ്ട്, അവൻ മാപ്പ് നൽകുന്നു. forgives. ഒളിക്കുക, അതല്ലെങ്കിൽ ഒളിപ്പിക്കുക. എന്താണ് അതിനുള്ള വാക്ക്? നമുക്കറിയാം, ഹൈഡ്, 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 ഹിഡ്, ഹിഡൻ എന്നാണ്. ഹൈഡ്, ഹിഡ്, ഹിഡൻ. He hides his mobile phone. She hides her mobile phone. I hide my mobile phone. I hide myself. ഞാൻ തന്നെ ഒളിച്ചു നിൽക്കുക. I hide myself. I hide my mobile phone. ഞാൻ മൊബൈൽ ഫോൺ ഒളിപ്പിക്കാറുണ്ട്. She hide her mobile phone. She hides her mobile phone. അവൾ അവളുടെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെക്കാറുണ്ട്. She hides her mobile phone in bag. She hides her mobile phone in her bag. Okay. She hid her mobile phone when teacher entered into classroom. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ അവൾ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു. She has hidden her mobile phone. She has hidden her mobile phone. ഇനി അതിപ്പോൾ നോക്കിയാൽ കാണില്ല. She has hidden her mobile phone. Forget, forgot, forgotten. മറന്നു പോവുക, മറക്കുക, മറന്നു, മറന്നിട്ടുണ്ട്. Forget, forgot, forgotten. Okay. I forget to take my mobile phone. I forget to take my book. I forget to take my watch. ഞാൻ എൻ്റെ വാച്ച് എടുക്കാൻ മറക്കാറുണ്ട്. I forgot to take my watch. I forgot to take my mobile phone. Okay. Where is your mobile phone? I have forgotten to take it. I have forgotten to take it. സവാരി ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? റൈഡ് എന്നാണ്. നമുക്കറിയാം അല്ലേ? കുതിരപ്പുറത്ത്, അതുപോലെ സൈക്കിളിൽ, ബൈക്കിലൊക്കെ സവാരി ചെയ്യുന്നതിന് റൈഡ്. റൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? റോഡ്. റൈഡ്, റോഡ്, റിഡൻ. റൈഡ്, റോഡ്, റിഡൻ. I ride my bike. I ride my bicycle. I ride my bicycle to work. Okay. I ride my bicycle to work yesterday. ഇന്നലെ ഞാൻ വർക്കിന് ബൈസിക്കിളിലാണ് പോയത്. I ride my bicycle yesterday. I ride my bicycle to work yesterday. ഇഷ്ടപ്പെട്ടത് എടുക്കുന്നതിന് choose, choose, chose, chosen. choose, chose, chosen. Okay. I choose carrot juice. I choose carrot juice. കുറേ ജ്യൂസുകൾ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മളെന്ത് ചൂസ് ചെയ്യുന്നു? ക്യാരറ്റ് ജ്യൂസ് ചൂസ് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നു. ഐ ചൂസ്. ഐ ചോസ് ക്യാരറ്റ് ജ്യൂസ്. ഐ ചോസ് ക്യാരറ്റ് ജ്യൂസ്. ഒരുപാട് ജ്യൂസുകൾ കൊണ്ടുവച്ചിരുന്നു. അതിൽ നിന്ന് നമ്മളേതാണ് ചൂസ് ചെയ്തത്? ക്യാരറ്റ് ജ്യൂസ്. മോഷ്ടിക്കുന്നതിന് സ്റ്റീൽ, 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 സ്റ്റോൾ, സ്റ്റോളൻ. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. വിൽക്കുന്നതിന് സെൽ, സോൾഡ്, സോൾഡ്. വിൽക്കുന്നതിന് സെൽ,
സോൾഡ് സോൾഡ്. വാങ്ങുന്നതിന് ബൈ ബോട്ട് ബോട്ട്. കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനുമൊക്കെ ബ്രിങ് ബ്രോട്ട്. ഐ ബ്രിങ് ബുക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ വിശദമായി ഡിസ്കസ് ചെയ്തതാണ്. അയക്കുന്നതിന് സെൻറ്റ്. രണ്ടാമത്തതും മൂന്നാമത്തതും ടി ആണ്, ഒന്നാമത്തത് ഡി ആണ് അവസാനിക്കുന്നത്. സെൻറ്റ്. തൂത്തുവാരുന്നതിന് സ്വപ്റ്റ്. ഐ സ്വീപ്പ് മൈ യാർഡ്. ഐ സ്വീപ്പ് courtyard. I sweep school ground or schoolyard. We sweep schoolyard. We swept schoolyard yesterday. ഓക്കെ, ഇങ്ങനെയാണ് വെർബിൻ്റെ 3 രൂപങ്ങളും വരുന്നത്. അപ്പോൾ പറഞ്ഞ വേർഡ്സിൻ്റെയൊക്കെ കൂടെ കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞും പരിശീലിച്ചും അതുപോലെ പുതിയ വാക്കുകൾ കണ്ടെത്തിയുമൊക്കെ ഇത്തരം കാര്യങ്ങൾ നന്നായി പറഞ്ഞു പരിശീലിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.